ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്ന് ചോദ്യം ചെയ്യും. ഇന്നും നാളെയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. റാപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിക്കെതിരെ ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. 2021 മുതൽ 2023 വരെ പല സമയങ്ങളിലായി വേടൻ എന്ന ഹിരൺദാസ് മുരളിയിൽ നിന്നുണ്ടായ ലൈംഗിക ചൂഷണത്തിനെതിരെ യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ ജൂലൈ 31-നായിരുന്നു തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ പലവട്ടം പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം തേടി വേടൻ ഹൈക്കോടതിയെ സമീപിച്ച കാലയളവിൽ അറസ്റ്റ് ഒഴിവാക്കി പ്രതിയെ സംരക്ഷിച്ചു വന്ന പോലീസ് ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകുന്നതുവരെ നടപടികൾ നീട്ടിയിരുന്നു. ജാമ്യവ്യവസ്ഥയനുസരിച്ച് ഇന്നും നാളെയും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇതിനിടെ മറ്റ് 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല. മുഖ്യമന്ത്രിക്ക് ഇമെയിലായിട്ടായിരുന്നു പരാതികൾ ലഭിച്ചത്. ഇതിൽ ഒരു പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല പദപ്രയോഗം തുടങ്ങിയ വകുപ്പുകളിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതിനപ്പുറം വിശദമായ അന്വേഷണമോ ചോദ്യം ചെയ്യലുകളോ മൊഴി രേഖപ്പെടുത്തലോ നടന്നിട്ടില്ല. ജനം, കൊച്ചി.